സമയ റെയ്നയുടെ ഇന്ത്യാസ് ഗോട്ട് ലേറ്റന്റ് എന്ന റിയാലിറ്റി ഷോയിലെ മോശം പരാമർശത്തിൽ ബീർ ബൈസെപ്സ് എന്നറിയപ്പെടുന്ന യൂട്യൂബർ രൺവീർ അലബാദിയെ രൂക്ഷമായി വിമർശിച്ചു സുപ്രീം കോടതി. ഷോയിലെ അശ്ലീല പരാമർശത്തിന്റെ പേരിൽ രൺവീറിനെതിരെ ഒന്നിലധികം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ ഹർജികൾ പരിഗണിക്കവെയാണ് കോടതി രൂക്ഷമായ ഭാഷയിൽ രൺവീറിനെ വിമർശിച്ചത്. ഒപ്പം 31കാരന് ഭീഷണികളിൽ നിന്ന് സംരക്ഷണത്തിനായി പോലീസിനെ സമീപിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അതായത് ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടെങ്കിൽ സംരക്ഷണത്തിനായി രൺവീറിന് മഹാരാഷ്ട്ര പോലീസിനെയോ അല്ലെങ്കിൽ അസം പോലീസിനെയോ സമീപിക്കാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കേസുകളുടെ അന്വേഷണവുമായി സഹകരിക്കാനും ഇനി ഇതുപോലുള്ള പരാമർശങ്ങൾക്ക് മുതിരരുതെന്നും രൺവീർ അലബാദിയോട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. അറസ്റ്റ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുമുണ്ട്. അറസ്റ്റ് കോടതി തടഞ്ഞെങ്കിലും താരത്തിന് ഒട്ടും ആശ്വസിക്കാൻ വകയില്ല എന്നതാണ് വാസ്തവം. കക്ഷിക്ക് ഉടനൊന്നും ഷോകളിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഷോകളിൽ നിന്ന് രൺബീറിനെ വിലക്കിയിരിക്കുകയാണ് കോടതി. തമാശയെന്നോണം രൺബീർ നടത്തിയ പരാമർശം മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരങ്ങൾക്കും സമൂഹത്തിന് മുഴുവനും അപമാനമാണെന്നും കോടതി വിമർശിച്ചു. മനസ്സിലെ വൃത്തികേടാണ് പുറത്തു വരുന്നതെന്നും കോടതി വിലയിരുത്തി. നടത്തിയ പരാമർശത്തെക്കുറിച്ച് ബോധ്യമുണ്ടോ എന്നും രൺബീറിനോട് കോടതി ചോദിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യവും ജനപ്രീതിയും ഉണ്ടെന്ന് കരുതി ആർക്കും എന്തും പറയാമെന്ന് കരുതരുതെന്നും കോടതി ശക്തമായ ഭാഷയിൽ രൺബീറിനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് രൺവീറിന്റെ കേസ് പരിഗണിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിലായി രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളിൽ ഇളവ് തേടിയും ഒരുമിച്ചാക്കണമെന്ന് ആവശ്യപ്പെട്ടും രൺവീർ അലബാദിയ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം വരുന്നത്. മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ മകനും അഭിഭാഷകനുമായ അഭിനവ് ചന്ദ്രചൂഡാണ് രൺവീറിനു വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത്. രൺവീർ അലബാദിയയ്ക്കൊപ്പം കേസിലെ മറ്റു പ്രതികൾക്കും നിലവിൽ പരിപാടികൾ ചെയ്യുന്നതിന് കോടതി വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അലബാദിയുടെ പാസ്പോർട്ട് താനെ പോലീസിൽ ഏൽപ്പിക്കാനും സുപ്രീം കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യത്തിന് പുറത്തു പോകാൻ പാടില്ല എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇന്ത്യാസ് ഗോട്ട് ലേറ്റന്റ് ഷോയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യില്ല എന്നും കോടതി വ്യക്തമാക്കി. എന്തായാലും പറയാനുള്ളത് രൺബീർ പറഞ്ഞു. നമ്മളെന്ന സമൂഹം അത് കേൾക്കുകയും ചെയ്തു. My comment wasn't just inappropriate, it wasn't even funny. Comedy is not my